ചില കാര്യങ്ങളുണ്ട് നമ്മൾ ജാപ്പനീസിനെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അവരുടെ പേഷ്യൻസ്, രണ്ടാമത്തെ അവരുടെ അഗ്രസീവ്നെസ്. ദേ ആർ റെഡി ടു വെയിറ്റ്. ഒരു ഡോമിനൻ്റ് മാർക്കറ്റിലേക്ക് അവർ വന്നത്, ദേ ഹാഡ് എ ടൈ അപ്പ് വിത്ത് ഹുണ്ടായി വന്ന മാരുതി വാണിരുന്ന കാലത്ത് ഹുണ്ടായി ലോഞ്ച് ചെയ്തു. ഹുണ്ടായിൽ കറക്റ്റായിട്ട് എല്ലാ OE ടയർ, അതായത് ഫാക്ടറി ഫിറ്റഡ് ടയറായിട്ട് വന്നത് ബ്രിസ്റ്റോൺ ആയിരുന്നു. ആൻഡ് ദേ വെയിറ്റഡ് ഫോർ 3 to 4 years. കാരണം ഈ ടയറുകൾ റീപ്ലേസ്മെൻറ്റ് മാർക്കറ്റിൽ വരുമ്പോഴാണ് അവർക്ക് അവരുടെ ഒരു എഫേർട്ട് കിട്ടുള്ളൂ. ആൻഡ് എനിക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ സമയത്തൊക്കെ നമ്മൾ ഇറങ്ങിയ സമയത്ത് ആൾക്കാർക്ക് ഇതെങ്ങനെ സ്പെൽ ചെയ്യാന്ന് പോലും അറിയില്ല. ഒരു ഹുണ്ടായി സാൻട്രോ ഓടിച്ച അയാൾക്ക് ഒരു ഓൾമോസ്റ്റ് 50,000 70,000 കിലോമീറ്റേഴ്സ് കിട്ടിയതിന് ശേഷം അയാൾ വന്ന് പറഞ്ഞത്, പേരെന്താ അറിയില്ല മോനെ, ഈ ടയറൊന്ന് മാറ്റിത്തരോ, ഈ ടയർ തന്നെ മതി. കാരണം ഞാനതാ പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞ ആൾക്കാർക്ക് ഒരു MRF-C8 എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വാക്കുകൾ, ഇത് ബ്രിഡ്ജ് സ്റ്റോൺ ആണോ ബ്രിസ്റ്റോൺ ആണോ എന്തോ ഒരു സ്റ്റോൺ ആണെന്ന് മാത്രം അറിയാം. അതൊന്ന് മാറ്റി തന്നാൽ മതി, വേറെ ഒന്നും അറിയേണ്ട. നല്ല ടയറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് സ്ലോലി ആക്ച്വലി ദേ പെനട്രേറ്റഡ് ദ മാർക്കറ്റ് ഇൻ എ ബ്യൂട്ടിഫുൾ വേ. അത് അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. അതൊരു ജാപ്പനീസ് പോളിസിയാണ്. അത് നമ്മൾ മാരുതിയിൽ, നമ്മൾ സുസുക്കിയിൽ കണ്ടാണ്, ഹോണ്ടയിൽ കണ്ടാണ്. അവരാണിപ്പോൾ ഡോമിനൻറ്റ് പ്ലേയേഴ്സ് അക്രോസ് ഓൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി.